പാരറ്റ് ഫിഷ് അല്ലെങ്കിൽ തത്ത മത്സ്യം. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഫിഷ് ടാങ്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെ ഈ ഫിഷുകളൊന്നും ഇതിലില്ല. 2 വർഷം മുന്നേ ഷൂട്ട് ചെയ്തതാണ്. പല പഴയ വീഡിയോസ് നോക്കിയ സമയത്താണ് വളരെ യാദൃശ്ചികമായാണ് ഈ വീഡിയോ ഞാൻ കണ്ടത്. ആ സമയത്ത് ഈ ഫിഷ് ടാങ്കിലേക്ക് നോക്കി ഞാൻ ഒരുപാട് സമയം ഇരിക്കാറുണ്ടായിരുന്നു. ഒരുപാട് പാരറ്റ് ഫിഷുകൾ ഒന്നിച്ചുണ്ടായതുകൊണ്ട് തന്നെ ഈ ടാങ്കിൽ അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഫിഷിന്റെ കളികളൊക്കെ നോക്കിയിരിക്കാനും നല്ല രസമായിരുന്നു. ഞാൻ അതിലേക്ക് നോക്കിയിരുന്ന സമയത്ത് എന്തോ എനിക്കത് ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കണം എന്ന് തോന്നി. അങ്ങനെ അന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ഫോട്ടോ ആണിത്. ഈ ഫിഷ് ടാങ്കിൽ ഉണ്ടായിരുന്ന എല്ലാ ഫിഷും ഒരേ ലെവലിൽ വന്ന് നിന്ന് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത പോലെ തോന്നി എനിക്ക്. ഒരു 1 ഇയറിൽ കൂടുതൽ തന്നെ ഈ ഒരു പാരറ്റ് ഫിഷ് ഗ്യാങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ മീനിന്റെ ഹെഡിന് ഏകദേശം പാരറ്റിന്റെ ആ ഒരു ഹെഡുമായിട്ട് സാമ്യമുണ്ട്. തത്തയുടെ ചുണ്ടുകളെ പോലെ തോന്നിക്കുന്ന ആ ഒരു ചുണ്ടിന്റെ പ്രത്യേകതയാണ് ഈ മീനുകൾക്ക് പാരറ്റ് ഫിഷ് എന്ന പേര് വരാൻ കാരണം. ഇപ്പം എല്ലാ പെറ്റ് ഷോപ്പിലും ഈ പാരറ്റ് ഫിഷ് അവൈലബിൾ ആണ്. ഈ മീനുകൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്തതാണ്. റെഡ്, ഓറഞ്ച്, യെല്ലോ ഇങ്ങനെയുള്ള കുറച്ച് കളേഴ്സൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്. നല്ല ബ്രൈറ്റ് കളേഴ്സിലുള്ള പാരറ്റ് ഫിഷുകൾ അക്വേറിയത്തിന് കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. ഈ പാരറ്റ് ഫിഷിന്റെ നിറവും വലിപ്പവും അനുസരിച്ചാണ് ഓരോ ഫിഷിന്റെയും റേറ്റ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പെറ്റ് ഷോപ്പിലും പല റേറ്റിലായിരിക്കും നമുക്ക് ഈ പാരറ്റ് ഫിഷ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം ഇത്രയും വലിപ്പമുള്ള പാരറ്റ് ഫിഷിന് നല്ല റേറ്റ് ഉണ്ടാവും. ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വളരെ കുഞ്ഞു പാരറ്റ് ഫിഷുകളായിരുന്നു. നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങും ഫീഡ് ചെയ്യുന്ന രീതിയും ഒക്കെ അനുസരിച്ചാണ് അക്വേറിയം ഫിഷിന്റെ ലൈഫ് നിശ്ചയിക്കുന്നത്. വളരെ ഇന്റലിജന്റ് ആയ ക്യൂരിയസ് ഫിഷാണിത്. ഈ ഫിഷിനെ കെയർ ചെയ്യുന്നവരെ ഈ മീനുകൾ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. കാരണം അവരൊന്ന് ഈ അക്വേറിയത്തിന്റെ മുന്നിലൂടെ ഒന്ന് നടന്നു പോവുകയാണെങ്കിൽ പോലും ഈ ഫിഷ് ടാങ്കിനുള്ളിൽ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ അപ്പോൾ പോകുന്നത് കാണാറുണ്ട്. നമ്മളുടെ മൂവ്മെന്റ്സ് ഒക്കെ തിരിച്ചറിയുകയും ചെയ്യും. ശരിക്കും ഒരു പെറ്റിനെ പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ വളർത്തുന്നവരുമായിട്ട് ഇണങ്ങുന്ന ഒരു മീനും കൂടിയാണ് പാരറ്റ് ഫിഷ്. ഒരുപാട് പേരിപ്പം പാരറ്റ് ഫിഷിനെയൊക്കെ വളർത്തുന്നുണ്ട്. പുതിയൊരു അക്വേറിയം വീട്ടിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളർത്താൻ പറ്റിയ മീനുകളാണ് ഇത്. അങ്ങനെ ഒത്തിരി കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ഫ്രഷ് വാട്ടർ ഫിഷാണ്. ടാങ്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പാരറ്റ് ഫിഷുകൾ വളർത്തുമ്പം കുറച്ചൊരു വലിയ ടാങ്കിൽ തന്നെയാണ് വളർത്തേണ്ടത്. അതുപോലെ ടാങ്കിനുള്ളിൽ മാക്സിമം വെള്ളം നിറഞ്ഞിരിക്കണം. എന്നാലാണ് ഈ പാരറ്റ് ഫിഷുകൾക്ക് നന്നായി ഒന്ന് മൂവ് ചെയ്യാനൊക്കെ സാധിക്കുക. സാധാരണയായിട്ട് അവരങ്ങനെ ആക്രമണ സ്വഭാവം ഒന്നും പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. എന്നാലും പാരറ്റ് ഫിഷിനെ വളർത്തുമ്പം ഈ പാരറ്റ് ഫിഷിന്റെ ടാങ്ക് മേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഫിഷ് ടാങ്കിൽ മറ്റുള്ള ചെറിയ മീനുകളൊക്കെ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ മീനുകളൊക്കെ ആണെങ്കിൽ ആ ചെറിയ മീനിനെ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഫുഡ് നമ്മൾ ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്ത് വേഗം ഫുഡ് അറ്റാക്ക് ചെയ്ത് കഴിക്കാനൊന്നും പാരറ്റ് ഫിഷിന് അധികം കഴിയില്ല. ആ ഒരു മൗത്ത് ഷേപ്പ് തന്നെയാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ ടാങ്കിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള മത്സ്യങ്ങളുമായിട്ടും ഫുഡിന് വേണ്ടിയുള്ള ഒരു മത്സരം ഇവയ്ക്ക് അത്ര വശമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ കൊടുക്കണം. ഈ ഹൈറെഡ് ഫുഡാണ് കൊടുത്തിരുന്നത്. ഈ മത്സ്യങ്ങൾ ടാങ്കിലെ മറ്റു മത്സ്യങ്ങളുമായും പരസ്പരം ഇടപഴകുന്നുണ്ട്. പാരറ്റ് ഫിഷിനൊപ്പം ഈ ടാങ്കിൽ തന്നെ ഒരു ഫയർമൗത്ത് ഫിഷും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫിഷ് ടാങ്കിൽ എപ്പോഴും ഫിൽറ്റർ ഓൺ ആയിരുന്നു. ആകെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാത്രമേ അത് ഓഫ് ചെയ്തിരുന്നുള്ളൂ. ടാങ്ക് എപ്പോഴും ക്ലീനായി സൂക്ഷിക്കാനും ഒക്കെ ഒരു ഫിൽറ്റർ സഹായിക്കും. ഇവരുടെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ബിഹേവിയർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് സമയം പാരറ്റ് ഫിഷ് ഉള്ള ആ ഫിഷ് ടാങ്കിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പാരറ്റ് ഫിഷിന്റെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയറും നമുക്ക് കാണാൻ പറ്റും. ഈ ടാങ്കിൽ ബയോബോൾസ് വാങ്ങിച്ചിട്ടിരുന്നു. ഈ ഫിഷൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ബയോബോൾസ് ഇടയ്ക്കൊന്ന് തട്ടിക്കളിക്കാറുണ്ട്.
പിന്നെ ഈ ഫിഷ് ടാങ്കിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ടാങ്കിനകത്തെ പൂപ്പലൊക്കെ കഴിക്കുന്ന ഒരു യെല്ലോ കളർ ടാങ്ക് ക്ലീനർ. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഈ ഫിഷ് ടാങ്ക് ഓടി നടന്ന് ക്ലീൻ ചെയ്യായിരുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പോപ്പുലർ അക്വേറിയം ഫിഷ് കൂടിയാണ് പാരറ്റ് ഫിഷ്. ഒട്ടുമിക്ക അക്വേറിയം ഷോപ്പുകളിലും വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ശുദ്ധജല മത്സ്യങ്ങളിൽ ഒന്നാണ് ഇത്. ഡിസംബറിലെ വെക്കേഷന് 2 ആഴ്ചത്തേക്ക് നാട്ടിൽ പോകേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഈ ഫിഷിനെയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടാണ് പോകുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അക്വേറിയം മെമ്മറീസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ പാരറ്റ് ഫിഷിനെയൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അന്ന് അവിടുത്തെ അക്വേറിയത്തിലേക്ക് ഈ മീനുകളെ മാറ്റുന്ന ആ ഒരു വീഡിയോയും കൂടി ഞാൻ എടുത്തു വെച്ചിരുന്നു. ഞാൻ അവസാനമായി ഈ മീനുകളെ കണ്ട ദിവസം ആ വീഡിയോസും കൂടി കാണാം. ഓരോ മീനുകളായി ഈ ടാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. ഡിസംബറൊക്കെ ആയപ്പോഴേക്കും ഈ മീനുകൾ ഒരുപാട് വലുതായി. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഫിഷ് ടാങ്ക് തന്നെയാണ് ഈ മീനുകൾക്ക് വേണ്ടി അവരവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ദേ കണ്ടോ, ഇയാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാങ്ക് ക്ലീനർ.